ഹലോ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, നമുക്ക് പടച്ചവനോട് കുറച്ചുകൂടി നന്നായി അടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പടച്ചവൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആവണം, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് പടച്ചവനാവണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താം. നമുക്ക് എല്ലാവർക്കും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനും അള്ളാൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവാനുള്ള അവസരം കിട്ടട്ടെ. ആമീൻ. അപ്പോൾ എങ്ങനെ നമുക്ക് പഠിച്ചവൻ്റെ ഫ്രണ്ടാകാം? നമുക്ക് നിസ്കരിക്കാനും മറ്റുള്ള മടി, നമുക്ക് പഠിച്ചവനോടുള്ള അടുപ്പം കുറയ്ക്കുന്ന വലിയൊരു കാര്യമാണല്ലേ നിസ്കരിക്കാനും മറ്റുള്ള മടി. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള അസൂയ, കുശുമ്പ്, ഇതൊക്കെ പഠിച്ചവനായിട്ടുള്ള അടുപ്പം കുറയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പഠിച്ചവനോട് ഒന്നുകൂടി അടുക്കണം എന്ന് ആഗ്രഹമുള്ളവർ, പഠിച്ചവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആകണം എന്ന് ആഗ്രഹമുള്ളവർ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിച്ചവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ്. 5 വക്ത് നിസ്കരിക്കുക, അതുപോലെ തന്നെ നോമ്പുകൾ നോക്കുക. 5 വക്ത് നിസ്കരിച്ചിട്ടും നോമ്പ് നോക്കുന്നത് കൊണ്ടും മാത്രമായില്ല, നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള സുന്നത്തുകളൊക്കെ പാലിക്കണം. ഒരിക്കലും മുത്തുനബി തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ ഞാൻ ഇസ്ലാമൊക്കെ സ്വീകരിക്കുക, പക്ഷേ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നബി ചോദിച്ചു, എന്താണ് നിങ്ങളുടെ കണ്ടീഷൻ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാം, പഠിച്ചോ നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ എന്ന്. പഠിച്ചോ നിർബന്ധമായിട്ടുള്ള മാത്രം കാര്യങ്ങളേ ചെയ്യുള്ളൂ. ഞാൻ ശരിക്കൊരു മുസ്ലിമാണ്, പക്ഷേ ഞാൻ പഠിച്ചോ നിർബന്ധമാക്കിയുള്ള മാത്രം കാര്യം ചെയ്യുള്ളൂ, ഞാൻ സുന്നത്തുകളൊന്നും ചെയ്യൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നബി പറഞ്ഞു, എന്നിട്ട് അയാൾ തിരിഞ്ഞു നടന്നു. അപ്പം എന്നിട്ട് നബി അയാളെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ, യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ നിങ്ങളത് മാത്രമല്ല ചെയ്യുക, മുത്തുനബിൻ്റെ സുന്നത്തുകളും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥ മനസ്സിൽ നല്ല അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പുണ്ട്, അല്ലെങ്കിൽ യഥാർത്ഥ ഒരു മുഅ്മിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ പോരാ, നമ്മൾ ഫർളുകൾ മാത്രം ചെയ്താൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം, മുത്തുനബി തങ്ങളോട് അതങ്ങനെയാണ്. അതായത് ഒരു നല്ല മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നബി തങ്ങളുടെ സുന്നത്തുകളും ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫറലുകളോടൊപ്പം തന്നെ മുത്തുനബി സുന്നത്താക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുക, അതുപോലെ തന്നെ സുന്നത്തായിട്ടുള്ള ദിക്റുകളും കാര്യങ്ങളൊക്കെ ചൊല്ലുക, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനിയിപ്പോൾ ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് മടിയാണ്, പക്ഷേ പടച്ചവനോട് നല്ലോണം അടുക്കണം, നല്ല രീതിയിൽ നല്ലൊരു സ്വാലിഹായിട്ടുള്ള മനുഷ്യനായിട്ട് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടാവല്ലേ. അതൊക്കെ ഒരു തരം നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. നമുക്ക് അമൽ, അതായത് ഇൽമ ചെയ്യാൻ അറിവുണ്ടായിട്ടും നമുക്കത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടും അമൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതായത് അമൽ ചെയ്യാൻ അറിവും ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ അത് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അതൊക്കെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം? നമുക്ക് ഒരുപാട് വഴികളുണ്ട്. സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നത് വഴി നമ്മുടെ നിസ്കരിക്കാൻ മറ്റുള്ള മടിയൊക്കെ മാറും, അല്ലാഹു തആലയോട് നമ്മൾ കൂടുതൽ അടുക്കും. ഇങ്ങനെയുള്ള കാര്യം സ്വലാത്ത് നമ്മൾ എപ്പോഴും ഡെയിലി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇതുവഴി നമ്മൾ സ്വാലിഹായിട്ടുള്ളൊരു വ്യക്തിയാവും, നമ്മുടെ മനസ്സൊക്കെ നന്നാവും, നമ്മുടെ മനസ്സിലുള്ള അസൂയയും കുശുമ്പൊക്കെ മാറാനും നിസ്കരിക്കാനും മറ്റുള്ള മടിയൊക്കെ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണിത്. അപ്പോൾ പടച്ചവനോട് അടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കുക. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ വായക്ക് വർക്കില്ലാതെ നമ്മൾ കൈകൊണ്ട് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. സ്വലാത്ത് ചൊല്ലാനായിട്ടൊരു സമയം കണ്ടെത്തണമെന്നൊന്നുമില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും തോട്ടം നനയ്ക്കുക, അല്ലെങ്കിൽ ചെടി നനയ്ക്കുക, നമ്മളെന്തെങ്കിലും തുണികളൊക്കെ മടക്കി വെക്കുക, അടിച്ചു വാരുക, തുടക്കുക, ഇങ്ങനെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വായക്ക് ഫ്രീ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വായിക്കൊണ്ട് നമ്മൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സൊക്കെ മാറും, നമ്മുടെ മനസ്സിലുള്ള ദുശീലങ്ങളൊക്കെ മാറും ഇൻഷാ അല്ലാഹ്. ഇനി ഞാൻ നിങ്ങൾക്കൊരു ഇത് പരിചയപ്പെടുത്തി തരാം. ഖുർആനിക് റൂട്ട്സ് അക്കാഡമിയുടെ നല്ല മനുഷ്യനാകാം എന്ന് പറയുന്ന ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 20 ദിവസം കൊണ്ട് നിങ്ങളുടെ സ്വഭാവങ്ങളൊക്കെ മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് നിസ്കരിക്കാനും മറ്റൊക്കെ മടിയുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ മാറ്റിയെടുക്കാം. പടച്ചവനോടുള്ള അടുപ്പം വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ പങ്കെടുക്കാം. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഇതാണ് ഖുർആനിക് റൂട്ട്സ് അക്കാഡമിയുടെ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചേരുമ്പോഴുള്ളൊരു വ്യക്തി ആയിരിക്കില്ല ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്രയും ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ വന്നിരിക്കും, നമ്മുടെ സ്വഭാവത്തിലും ഒക്കെ വന്നിരിക്കും. അപ്പോൾ അത് അടിപൊളി ക്ലാസ്സാണ്. അപ്പോൾ ഖുർആനിക് റൂട്ട്സ് അക്കാഡമിയുടെ നല്ല മനുഷ്യനാകാം എന്ന് പറയുന്ന ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ ഒക്കെ ചേരുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്വഭാവം ഒക്കെ മാറ്റിയെടുക്കാം. ചില സ്വഭാവങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും ദുശീലങ്ങളുണ്ടെങ്കിൽ, പഠിച്ചവനോടൊന്നുകൂടെ അടുക്കണം എന്നുണ്ടെങ്കിൽ, നിസ്കരിക്കാനും മറ്റും മടിയുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിൽ ചേർന്നവരാരും വെറും കൈയോടെ തിരിച്ചു പോയിട്ടില്ല. നല്ലൊരു മാറ്റം തന്നെ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളും നിങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ, പിന്നെ പഠിച്ചവനും കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ചേഞ്ചിനെ ലൈഫിൽ ഉണ്ടാക്കാം.
നമ്മൾ അതും ഇതും വാങ്ങിയിട്ടും വെറുതെ ഫാസ്റ്റ് ഫുഡും ഒക്കെ വാങ്ങിയിട്ടൊക്കെ ചിലവഴിക്കുന്ന നമ്മുടെ കുറച്ചൊരു പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 500 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ പങ്കെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ അനാവശ്യമായിട്ട് ചിലവാക്കുന്ന കുറച്ച് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ചേരാൻ പറഞ്ഞല്ലോ. ഒരു 500 രൂപയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. 20 ദിവസത്തിന് 500 രൂപയാണ്. ഈ അനാവശ്യമായിട്ട് നമ്മൾ ചിലവാക്കുന്ന ഒരു വെറും 500 രൂപ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ഇതിൽ ചേരാൻ പറ്റും. ഇനി എങ്ങനെ ചേരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതായത് ഈ വീഡിയോക്ക് താഴെ മോർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, അറിയാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ മോർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും. ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ പ്രത്യേകത നിങ്ങളുടെ നമ്പർ മറ്റാർക്കും കാണാൻ പറ്റില്ല കേട്ടോ, എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ആകും. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കോൾ ചെയ്യും, ഓരോരുത്തർക്കും കോൾ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ ചേരാവുന്നതാണ്. പറഞ്ഞല്ലോ 500 രൂപയാണ് ഇതിൻ്റെ ഫീസ് വരുന്നത്. ഇത്രയും കുറഞ്ഞതിലൊന്നും നിങ്ങൾക്ക് മോട്ടിവേഷനും അതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവം നന്നാക്കാനും ഒന്നും നിങ്ങൾക്ക് ആരും പറഞ്ഞു തരില്ല. നമ്മുടെ ലൈഫിലൊരു വലിയ ചേഞ്ച് തന്നെയായിരിക്കും, നിങ്ങളുടെ ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റ് തന്നെയായിരിക്കും ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. ഒരു 500 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ചേരാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ചേരേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ഫ്രീ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് പിറ്റേ ദിവസം കാണാം. അതായത് ലൈവ് ക്ലാസ്സുകളല്ല എന്ന് അർത്ഥം. നിങ്ങൾക്ക് ഒരു ദിവസം എപ്പോഴാണോ ഫ്രീ സമയം കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ക്ലാസ് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്വഭാവത്തെ നമുക്ക് മുഴുവനായിട്ട് മാറ്റിയെടുക്കാം, പഠിച്ചവനോട് കൂടുതലെടുക്കാം, നല്ലൊരു മനുഷ്യനായിട്ട് മാറാം, അള്ളാൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ക്ലാസ്സിൽ ചേരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.